ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനുജിത്തി നിനക്കായി എന്ന നോവലാണ്. വൈഖായി പീസിൻ്റെ തുടർച്ച 12ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ നോവലിലേക്ക് പോയാലോ. പരിചയമില്ലാത്ത നമ്പർ. അവൻ കോളെടുത്തു. അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാർ. കാർത്തിക് അമ്പരന്ന്. വൈക ഊണ് നിർത്തി ശ്രദ്ധിച്ചു. കാർത്തിക് കോൾ ലൗഡ് സ്പീക്കറിലിട്ടു. പറയൂ സാർ. ഞാനിന്ന് സബ് ജയിലിൽ വരെ പോയിരുന്നു. രാജീവ് തുറന്നു. ആ വാർഡൻ ജോർജ് പറഞ്ഞു ഡോക്ടർ എന്നെ അന്വേഷിച്ചു വന്നു. എന്താ സാർ കാര്യം? ഡോക്ടർക്ക് ഞാൻ ചതിച്ചെന്ന തെറ്റായ ധാരണയുണ്ടായിരുന്നു. അത് മാറിയെന്ന് പറഞ്ഞു. ഓ യെസ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. അതാണ് ഞാനിപ്പോൾ വിളിച്ചത്. രാജീവ് പറഞ്ഞു. ഡോക്ടർക്ക് കാർത്തികിനെ ഒന്ന് കാണണമെന്ന്. എന്നെയോ? കാർത്തികിന് കൂടുതൽ അമ്പരപ്പായി. അതെ, താൻ മാത്രമല്ല, ചെല്ലുമ്പോൾ കൂടെ തൻ്റെ വൈഫിനെയും കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. വൈഫ്? കാർത്തികിൻ്റെ മുഖം പ്രഫുല്ലമായി. അതെ കാർത്തിക്, രണ്ടാളെയും ഒരുമിച്ച് കാണണമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ വിളിച്ചത്. രണ്ടാളും കൂടി പോയി ഡോക്ടറെ കാണണം. ശരി സാർ. കാർത്തിക് കോള് കട്ട് ചെയ്യുമ്പോൾ കല്യാണി അവന് തൊട്ടു. എന്നിട്ട് വൈകയുടെ നേർക്ക് മുഖം നീട്ടിക്കെട്ടി. കാർത്തിക് കണ്ടു. കണ്ണ് തുടയ്ക്കുകയാണ് വൈക. കഷ്ടം. സങ്കടം വന്നാലും കണ്ണുനീര്, സന്തോഷം വന്നാലും കണ്ണുനീര്. ഒരു പോലീസ് ഓഫീസറാകാൻ താൻ തീരെ പോരാ, കാർത്തിക് പറഞ്ഞു. ഇതൊരു ചളുക്ക് പോലീസാ അല്ലേ ഏട്ടാ? കല്യാണി കളിയാക്കി. ഞാൻ കാരണം എൻ്റെ അച്ഛൻ ഒരുപാട് ദുരിതപ്പെട്ടു. എന്നിട്ടും അച്ഛൻ എന്നോട് പൊറുക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്തപ്പോൾ അപ്പോൾ പ്രോബ്ലം 50% ഓക്കെ ആയി എന്നല്ലേ? കല്യാണി ചോദിച്ചു. അതെ, 50 എൻ്റെ അച്ഛൻ, കാർത്തിക് പറഞ്ഞു. ഈ ജന്മത്ത് മജിസ്ട്രേറ്റിൽ നിന്നും അത് പ്രതീക്ഷിക്കണ്ട. കല്യാണിക്കും അതറിയാം. അവൾ പറഞ്ഞു. ഒരു കാര്യം ചെയ്, ഏട്ടനും ഏട്ടത്തെയും കൂടി ഇവിടെ ഒരുമിച്ച് താമസം തുടങ്ങും. ഞാനുണ്ട് കൂടെ. കല്യാണി ആവേശത്തോടെ പറഞ്ഞു. എനിക്കിനി 6 മാസം കൂടിയുള്ളൂ ക്ലാസ്. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ വന്ന് ആ പട്ടാള ക്യാമ്പിൽ അകപ്പെടും മുമ്പേ ഇങ്ങോട്ട് പോരാം. നിങ്ങൾക്ക് കമ്പനിക്ക്. എന്താ? ഞങ്ങളുടെ കമ്പനിയിൽ നീ വേണ്ട, കാർത്തിക് നിർദ്ദയം പറഞ്ഞു. നമ്മൾ രണ്ടാളും ആ പട്ടാള ക്യാമ്പ് ബഹിഷ്കരിക്കുന്നത് നല്ലതല്ല. നീ അവിടെ നിന്നാൽ മതി. കാരണം ക്യാമ്പിലുള്ളതും ശത്രുക്കളല്ല, നമ്മുടെ അച്ഛനും അമ്മയാണ്. അത് നീ മറക്കണ്ട. കല്യാണിയുടെ മുഖം മാടി. അവൾ കെറിവിച്ചിരുന്നു. വൈക അവളുടെ പിണക്കം മാറ്റാൻ ശ്രമിച്ചു. ജില്ലയിലെ മൊത്തം പോലീസ് ഓഫീസർമാരുടെയും ഒരു മീറ്റിംഗ് നയിക്കുകയായിരുന്നു SP വിൽസൺ തോമസ്. പ്രധാന വിഷയം ക്രമസമാധാനം തന്നെ. ഗുണ്ടാവിളയാട്ടങ്ങൾ, പീഡനങ്ങൾ, പെൺവാണിഭങ്ങൾ, വർദ്ധിച്ചു വരുന്ന സ്വർണ്ണവിലയ്ക്കനുസൃതമായി പെരുകുന്ന മോഷണങ്ങൾ. ചർച്ച തീർന്നപ്പോൾ SP ധൃതിയിൽ തൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. ടേബിളിന് മീതെയുള്ള പേപ്പറുകൾ തിരഞ്ഞു. എന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു. ഗാർഡ് പീറ്റർ ഡോറ് തുറന്ന് അകത്തേക്ക് വന്നു. ACP സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് എവിടെ? വൈക മാഡം റിപ്പോർട്ടൊന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല സാർ. എന്നാൽ വേഗം ചെന്ന് വാങ്ങിക്കൊണ്ടു വാ. പീറ്റർ പുറത്തേക്ക് വന്നു. എന്നിട്ട് വൈകയുടെ റൂമിൻ്റെ നേർക്കോടി. അതേ വേഗത്തിൽ തിരിച്ചു വന്നു പീറ്റർ പറഞ്ഞു. മാഡം റൂമിലില്ല സാർ. റൂമിലില്ലേ? SP നെറ്റി ചുളിഞ്ഞു. എവിടെ പോയി? ആ എഞ്ചിനീയർ കാർത്തിക് ചന്ദ്രൻ്റെ സിസ്റ്റർ വന്നിരുന്നു. ആ കുട്ടിയുടെ കൂടെ പുറത്തേക്ക് പോയെന്നാണ് തോന്നുന്നത്. SP നെറ്റി കൂടുതൽ ചുളിഞ്ഞു. താൻ പോയിക്കോ. പീറ്റർ പുറത്തേക്ക് ഇറങ്ങി. SP മുഖത്ത് ഗൗരവം തിങ്ങി. അദ്ദേഹം വൈകയുടെ മൊബൈൽ നമ്പർ ഡയൽ ചെയ്തു. കാർത്തികിൻ്റെ വാക്കുകൾ വിശ്വസിച്ച്, കല്യാണി ഉണ്ടാക്കുന്ന തമാശകൾ ആസ്വദിച്ച് വൈക ആ കൊച്ചു ലോകത്തിൽ സർവ്വതും മറന്നിരിക്കുമ്പോഴാണ് SP കോൾ വന്നത്. സർ. ഒറ്റ സെക്കൻഡ് കൊണ്ടവൾ ACP വൈകയായി. താനിതെവിടെയാ? SP സ്വരത്തിൽ വല്ലാത്ത ഗൗരവം. ഞാൻ വൈക ഒന്ന് വെക്കി. എവിടെയാണെന്ന് പറയണ്ട. SP സ്വരം കൂടുതൽ കനത്തു. ആ റിപ്പോർട്ട് എവിടെ? വൈക ശരിക്കും ഉയർത്തു. എടോ, DGPക്ക് അർജൻറ്റായി മെയിലായി ഉച്ചയ്ക്ക് തന്നെ ചെയ്യേണ്ടതായിരുന്നു അത്. സർ. എന്നിട്ട് എവിടെ? ഞാൻ 4 മണിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യാം സർ, വൈക ഭവ്യതയോടെ പറഞ്ഞു. 4 മണി? SP പരിഹസിച്ചു. എടോ വൈക, 4 മണിക്ക് ഇനി എത്ര സെക്കൻഡുകളും മിനിറ്റുകളും ബാക്കിയുണ്ട്? താൻ നോക്ക്. ഇതിൻ്റെ പേരിൽ എന്ത് കുഴപ്പമുണ്ടായാലും ഉത്തരവാദിത്വം തനിക്കായിരിക്കും. ACP ദേഷ്യത്തോടെ കോള് കട്ടാക്കി. വൈക വിളറി. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഭയം നിറഞ്ഞു.
എന്താടോ ACP എന്തിനാണ് വിളിച്ചത്? ഗൗരവമുള്ള എന്തോ പ്രോബ്ലം ഉണ്ട്. ഒരുപക്ഷെ അതെന്നെ മാത്രമല്ല SP-യെയും ബാധിക്കുന്ന ഒന്നാണ്. തെളിച്ചു പറയടോ. ഞാനൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് കല്ല് വന്നത്. അതിപ്പോൾ ഇത്തിരി പ്രോബ്ലമായി, അവൾ പറഞ്ഞു. അത് സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ ഇറങ്ങുകയാണ്. അവൾ വാതുക്കലേക്ക് ധൃതിയിൽ നീങ്ങി. കാർത്തിക് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. കാര്യം തെളിച്ചു പറയടോ. വിശദീകരിക്കാൻ ടൈമില്ല കാർത്തിക്, അവൾ ധൃതിയിൽ പറഞ്ഞു. റിപ്പോർട്ട് DGPക്ക് മെയിൽ ചെയ്യേണ്ടതാണ്. പക്ഷെ ഉച്ചയ്ക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നില്ല. ഞാൻ ചോദിച്ചില്ല, അതാണ് മിസ്റ്റേക്ക്. ഇനി എന്തൊക്കെ പ്രോബ്ലം ഉണ്ടാവുമെന്ന് അറിയില്ല. പോലീസിൻ്റെ ലൈഫ് ഇങ്ങനെയാണ് കാർത്തിക്. ബൈ. വൈഗ അവൻ്റെ കൈ വിടുവിച്ച് ലിഫ്റ്റിന് നേർക്ക് ഓടി. കാർത്തികും കല്യാണിയും വിഷണ്ണരായി നിന്നു. മാക്സിമം സ്പീഡിൽ പറന്നു വരാനാണ് വൈഗ ആഗ്രഹിച്ചത്. പക്ഷേ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഇടയിൽപ്പെട്ടാൽ അതെങ്ങനെ കഴിയും? അപ്പോൾ DGPയുടെ മെയിൽ അഡ്രസ്സിൽ തിരുവനന്തപുരത്ത് ഒരു പരാതി എത്തിക്കഴിഞ്ഞിരുന്നു. അതിൽ 2 പേരുടെ പേര് ചേർത്തിരുന്നു. SP വിൽസൺ തോമസ്, ACP വൈഗ തോമസ്. അധ്യായം 19. വൈഗ തൻ്റെ ഓഫീസ് റൂമിലേക്ക് കയറി ലാപ്ടോപ്പ് ഓൺ ചെയ്തു. തുടങ്ങി വെച്ച റിപ്പോർട്ടുകളിലേക്ക് മിഴികൾ എത്തുമ്പോഴേക്കും വാതിൽ തുറക്കപ്പെട്ടു. മാഡം, സന്തോഷ് പറഞ്ഞു. SP അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വൈഗ എഴുന്നേറ്റു. അവൾ വല്ലാതെ വേർക്കുന്നുണ്ടായിരുന്നു. ധരിച്ചിരുന്ന യൂണിഫോം വിയർപ്പിൽ നനഞ്ഞൊട്ടി. സർ, SP-യുടെ ക്യാബിനിലേക്ക് വൈഗ കയറി ചെന്നു. ഇപ്പോൾ ടൈം എന്തായി? SP വൈഗയോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഗൗരവം തന്നെയായിരുന്നു, ശബ്ദത്തിലും. 3:45, അവൾ പറഞ്ഞു. ഞാൻ തന്നോട് മിനിറ്റും സെക്കൻഡും എണ്ണാൻ പറഞ്ഞു. എണ്ണിയോ? സർ, അവൾ മിടയിറക്കി. അവളുടെ മുഖത്ത് ക്ഷമായാചനവും കുറ്റബോധവും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത് 22 മിനിറ്റ് 52 സെക്കൻഡ്. ഇത്രയും മതിയായിരുന്നു ടൈം. ഇത് കണ്ടോ? SP ഒരു പേപ്പർ എടുത്ത് നീട്ടി. അതൊരു ഇമെയിൽ പ്രിൻ്റ് ഔട്ടായിരുന്നു, തിരുവനന്തപുരത്ത് നിന്നുള്ളത്. DGPയുടെ ഓർഡർ. അന്താളിപ്പോടെ വൈഗ ആ പേപ്പർ വായിച്ചു. എന്താണിതിൽ? SP ഗൗരവം വിടാതെ ചുളിഞ്ഞ നെറ്റിയോട് ചോദിച്ചു. വിളറി നിൽക്കുകയാണ് വൈഗ. പറയണം, SP-യുടെ സ്വരം കല്ലിച്ചു. അമ്പാടി കൊലക്കേസിൻ്റെ എൻക്വയറി ചുമതലയിൽ നിന്നും 3 ദിവസത്തേക്ക് സാറിനെയും എന്നെയും തടഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാൽ ഫലത്തിൽ സസ്പെൻഷൻ തന്നെ അല്ലേ? സർ, വൈഗ മിടയിറക്കി. എന്തിനാണിത്? എനിക്കൊന്നും മനസ്സിലായില്ല. എന്തിനാണെന്നോ? കേസിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ വിവരിക്കുന്ന നമ്മുടെ റിപ്പോർട്ട് DGPക്ക് ലഭിച്ചില്ല. ഇങ്ങനെയൊരു സൂചന എനിക്ക് ലഭിച്ചതുകൊണ്ടാണ് തന്നോടത് അർജൻറ്റായി തയ്യാറാക്കാൻ പറഞ്ഞത്. താൻ അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ സുഖം അന്വേഷിക്കാൻ പോയി. ഛേ! SP-യുടെ മുഖത്ത് പുച്ഛം. ഇത്തരം ഒരു അപകടമുണ്ടെന്ന് സാർ പറഞ്ഞില്ലായിരുന്നു. സബോർഡിനേറ്റിനോട് എല്ലാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പറയാതെ അറിയണം, കണ്ടെത്തണം. ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. അതാണ് പോലീസ്. തനിക്കതിന് കഴിഞ്ഞില്ല. അത് തൻ്റെ തോൽവി. അതാണ് പരാതി ഉണ്ടായത്. SP വല്ലാതെ ഷൗട്ട് ചെയ്യുകയാണ്. കലികൊണ്ട ഭാവവും. ആദ്യമായിട്ടാണിങ്ങനെ. വൈഗ പക്ഷെ പതറിയില്ല. അവൾ ശാന്തമായി തന്നെ ചോദിച്ചു. സർ, എന്ത് പരാതിയാണ്? വായിച്ചു നോക്കണം. ഒരു പേപ്പർ കൂടി നീട്ടിക്കൊണ്ട് SP പറഞ്ഞു. അടുത്ത ഇമെയിൽ പ്രിൻ്റ് ഔട്ടാണിത്. DGPക്ക് ചെന്ന പരാതിയുടെ കോപ്പി. വൈഗ അതിലേക്ക് മിഴികൾ ഓടിച്ചു. റെസ്പെക്റ്റഡ് DGP, അമ്പാടി കൊലക്കേസ് അന്വേഷിക്കുന്ന കോട്ടയം SP വിൽസൺ തോമസും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വൈഗ സത്യദാസും കൂടിച്ചേർന്ന് ചില ഉന്നത തൽപര കക്ഷികൾക്കായി കേസ് അട്ടിമറിച്ച് വഴിതിരിച്ചു വിടുകയാണെന്നിരിക്കട്ടെ. കൊല്ലപ്പെട്ട മിത്രയുടെ ബോഡി കിട്ടിയെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഒരു വ്യാജ ബോഡി പുഴയിൽ നിന്നും കണ്ടെടുത്ത് രേഖയുണ്ടാക്കി. ആ ബോഡി മിത്രയുടേതല്ലെന്ന് തെളിയിക്കുന്ന ഫോറൻസിക് ലാബ് റിപ്പോർട്ട് ഇരുവരും മുക്കിക്കളഞ്ഞു. കൊല്ലപ്പെട്ട ദയയുടെ കൊലപാതകയായ അഖിൽ പ്രതാപിനെ പിടികൂടിയിട്ടും പ്രതി SP-യുടെ ബന്ധുവായതിനാൽ ഇതുവരെ കേസ് രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ല. ജില്ലാ പോലീസ് സൂപ്രണ്ടും SP-യും ഇങ്ങനെ നീതിരഹിതമായി അക്രമികൾക്ക് കൂട്ടുനിന്നാൽ ഇവിടുത്തെ സാധാരണ പൗരന് എന്ത് നീതിയാണ് സാർ പ്രതീക്ഷിക്കാനുള്ളത്? അതുകൊണ്ട് ഇക്കാര്യം ഗൗരവമായിട്ടെടുത്ത് പ്രസ്തുത ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിൽ നിന്നും മാറ്റി സത്യസന്ധരായ അന്വേഷണ ഏജൻസികൾക്ക് ഈ കേസ് കൈമാറണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് ഒരു വെൽവിഷർ വൈഗ പല്ലു കടിച്ചു. അഡ്രസ്സും പേരും ഇല്ലാത്ത വെൽവിഷറല്ല, ബാഡ് വിഷറായാലും അവർക്ക് ഉന്നം തെറ്റിയില്ല. നമുക്കത് തെറ്റി, SP പറഞ്ഞു. സർ, ഇതിൻ്റെ പിന്നിൽ ആ രശ്മിയും കൂട്ടരും തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ ആരെന്നുള്ളത് പിന്നെ കണ്ടെത്താം വൈഗ. ഇപ്പോൾ പ്രോബ്ലം അതല്ല, SP പറഞ്ഞു. ഈ മാറ്റർ നമ്മുടെ കരിയറിനെ ബാധിക്കും. സർ, ഞാൻ ആ റിപ്പോർട്ട് ഉടനെ പൂർത്തിയാക്കാം. എന്നിട്ടത് DGPക്ക് ഏറ്റവും പെട്ടെന്ന് മെയിൽ ചെയ്യാം. സ്റ്റുപ്പിഡിറ്റി പറയാതെ വൈഗ. SP വീണ്ടും ദേഷ്യം വന്നു.
ഇനി നമ്മളത് അയച്ച ഒരു കൗണ്ടർ പെറ്റീഷനായി അത് കൺസിഡർ ചെയ്യും. അതല്ല സർ, DGPക്ക് സത്യാവസ്ഥകളൊക്കെ അറിയാമല്ലോ. അദ്ദേഹം കൂടി നിർദ്ദേശിച്ചിട്ടല്ലേ നമ്മൾ ആ ലാബ് റിപ്പോർട്ടും മിത്ര ജീവനോടെ ഉണ്ടെന്നുള്ളതും പബ്ലിഷ് ചെയ്യാതിരുന്നത്? വൈഗ ചോദിച്ചു. യെസ്, അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമുണ്ട്. പക്ഷെ അത് വാക്കാൽ മാത്രമാണ്. രേഖാമൂലം എടുത്തു കാട്ടാൻ ഒന്നുമില്ല. പക്ഷെ പെറ്റീഷൻ വന്നത് ഇമെയിലാണ്. അത് രേഖയാണ്. ആർക്കും നോക്കാം. വൈഗയ്ക്ക് സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലായി. ഐ ആം സോറി സർ. അവൾ വിഷമത്തോടെ നിന്നു. ഞാൻ കാരണം സാറിനൂടെ പ്രോബ്ലമായി. വൈഗ വിഷമിക്കത് കണ്ടപ്പോൾ SP അല്പം തണുത്തു. എനിക്കെന്ത് പ്രോബ്ലം? 2-3 ദിവസം ഈ കേസ് അന്വേഷണത്തിൽ നിന്നും മാറി നിന്നു എന്ന് കരുതി എനിക്കൊന്നും സംഭവിക്കാനില്ല. പക്ഷേ നമുക്കെതിരെയുള്ള പെറ്റീഷനുമേൽ അന്വേഷിക്കാനുള്ള ചുമതല DIG ശാന്തം പിള്ളയ്ക്കാണ്. അയാളാണെങ്കിൽ DYSP മൈക്കിളിൻ്റെ തൊട്ടടുത്ത ക്വാർട്ടേഴ്സിലാണ് താമസം. അവർ തമ്മിൽ എന്നും വെള്ളക്കമ്പനിയുണ്ട്. മൈക്കിൾ അങ്ങേരെ ചട്ടുകമാക്കിയാൽ നമുക്കടി കിട്ടും. അത് ശരിയാണെന്ന് വൈഗയ്ക്കും അറിയാം. DYSP മൈക്കിളിന് വാദികളേക്കാൾ താല്പര്യം പ്രതികളോടാണെന്ന് പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ചില കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ SP പലപ്പോഴും അയാളെ ഒഴിവാക്കും. എന്നെ വീഴ്ത്താൻ എങ്ങനെ ഒരു കുഴി കുത്താമെന്ന് നോക്കിയിരിക്കുകയാണ് അയാൾ, SP പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സാർ? വൈഗ ചോദിച്ചു. നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടാവുമെന്ന്. താൻ പൊയ്ക്കോ, അദ്ദേഹം പറഞ്ഞു. വൈഗ പോയില്ല. SP അത് ശ്രദ്ധിച്ചു. അവളുടെ നിൽപ്പും ചമ്മലും വിഷമവും. സാരല്ലടോ, എന്നും എപ്പോഴും റൂട്ട് സ്മൂത്തായും ക്ലിയറായി ഇരിക്കില്ലല്ലോ. ചിലപ്പോഴൊക്കെ ചില തടസ്സങ്ങളുണ്ടാവും, കൈപ്പിഴകളും സംഭവിക്കാം. അദ്ദേഹം പെട്ടെന്ന് ശാന്തനായി പറഞ്ഞു. പെട്ടെന്ന് ടെൻഷനിൽ ഞാൻ തന്നോട് ദേഷ്യപ്പെട്ടു. തൻ്റെ എല്ലാ പ്രോബ്ലംസും എനിക്കറിയാലോ. വിഷമിക്കണ്ട, നമുക്കിത് ഹാൻഡിൽ ചെയ്യാം. ഞാൻ DGP ഒന്ന് കാണുന്നുണ്ട്. ഓക്കെ? വൈഗയ്ക്ക് ആശ്വാസമായി. താങ്ക് യു സർ. അവൾ കൈകൂപ്പി നന്ദി പറഞ്ഞു. പിന്നെ സല്യൂട്ട് ചെയ്ത് പിന്തിരിഞ്ഞു. പുറത്തേക്കിറങ്ങി ധൃതിയിൽ അവൾ തൻ്റെ റൂമിന് നേർക്ക് നടന്നു. എന്തായാലും തുടങ്ങിയ റിപ്പോർട്ട് വേഗം തയ്യാറാക്കണം. അത് SPയുടെ ടേബിളിൽ സബ്മിറ്റ് ചെയ്യണം. റൂമിൻ്റെ വാതിക്കൽ അവളെത്തിയപ്പോഴാണ് എതിരെ DYSP മൈക്കിൾ വന്നത്. വൈഗ നില്ല്, മൈക്കിൾ പറഞ്ഞു. അവൾ നിന്നു. DGPയുടെ ഓർഡർ കണ്ടു. എങ്ങനെ പറ്റി ഈ തിരുമറികൾ? മൈക്കിളിൻ്റെ മുഖത്ത് പരിഹാസവും വിജയച്ചിരിയും ഉണ്ടായിരുന്നു. അതും സ്വന്തം വീട്ടിൽ നടന്നൊരു ദുരന്തത്തിൻ്റെ അന്വേഷണത്തിൽ. സർ, ഒരു മറുപടിയും ആവശ്യമില്ലെന്ന മട്ടിൽ അവൾ നോക്കി. എന്നിട്ട് ഡോർ തുറന്ന് തൻ്റെ റൂമിലേക്ക് കയറാൻ ശ്രമിച്ചു. വൈഗ, എനിക്കൊരു ഡൗട്ട്, വീണ്ടും അദ്ദേഹം പറഞ്ഞു. എന്താ സർ? അവൾ നിന്നു. അല്ല, കൊല്ലപ്പെട്ട മിത്രയും ദയയും ആ കുട്ടികൾ വൈഗയുടെ സ്വന്തം സിസ്റ്റേഴ്സ് തന്നെയോ അതോ ഡോക്ടർ സത്യദാസ് അഡോപ്റ്റ് ചെയ്തതോ? ഇവിടെ ആരോ അങ്ങനെ പറയുന്നത് കേട്ടു. വൈഗയുടെ മുഖം വലിഞ്ഞു മുറുകി, കണ്ണുകൾ കുറുകി. അവൾ മൈക്കിളിൻ്റെ നേർക്ക് ഒരടി നീങ്ങി നിന്നു. എന്നിട്ട് പറഞ്ഞു. ശരിയാണ് സർ, ദയയും ഇത്രയും എൻ്റെ സ്വന്തം സിസ്റ്റേഴ്സ് അല്ല. സാർ കേട്ടത് ശരിയാണ്. അച്ഛൻ അഡോപ്റ്റ് ചെയ്തതാണ് അവരെ. അവളുടെ സ്വരം ഉറച്ചു. പക്ഷേ അത് അച്ഛൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല സർ. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടാണ്. എന്തിനാണെന്നോ? സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ തിരിമറികൾ ശരിക്കും നടത്തണമെങ്കിൽ കൊല്ലപ്പെട്ടവർ സ്വന്തം സഹോദരിമാർ അല്ലാതിരിക്കേണ്ട സർ. അതിനുവേണ്ടി തന്നെയാണ്. മനസ്സിലായല്ലോ? പറഞ്ഞു കഴിഞ്ഞ ഉടൻ വൈഗ റൂമിനുള്ളിലേക്ക് കയറി. അവൾക്ക് പിന്നിൽ വാതിലടഞ്ഞു. മൈക്കിള് ചമ്മലോടെ മുഖം തിരിക്കുമ്പോൾ ഗാർഡ് സന്തോഷ് ചിരിയൊതുക്കുന്നത് കണ്ടു. അമർഷത്തോടെ കൊമ്പൻ മീശയൊന്ന് തടവിട്ട് മൈക്കിൾ നടക്കുമ്പോൾ എതിരെ വന്ന ഡ്യൂട്ടി ഗാർഡിനോട് സന്തോഷ് പറഞ്ഞു. മൈക്കിൾ സാറിന് തൃപ്തിയായി. ഇന്നിനെയൊന്നും കഴിക്കേണ്ടി വരില്ല. വൈഗ മേഡം വയറ് നിറയെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെർക്ക് ഇന്നത്തേക്ക് മാത്രമല്ല, ഒരു 4 ദിവസത്തേക്ക് വയറ് നിറയ്ക്കാനുള്ളത് ഒരുമിച്ച് കിട്ടേണ്ടതാണ്. കണ്ടവൻ്റെ കാലും നക്കി ചിറിയും നക്കി പ്രമോഷൻ അടിച്ചെടുക്കുന്നവനൊക്കെ ഇതിലപ്പുറം എങ്ങനെ നന്നാകാനടാ സന്തോഷം. ഇരുവരും ചിരിച്ചു. വൈഗ റൂമിനുള്ളിൽ കയറി തൻ്റെ സീറ്റിലിരിക്കുമ്പോൾ ടേബിളിൽ വച്ചിട്ട് പോയ മൊബൈലിൽ കുറേ മിസ്ഡ് കോൾ. കാർത്തികും കല്യാണിയും തുടരെ വിളിച്ചിരിക്കുന്നു. ഇന്ന് അവർ തന്ന എല്ലാ സന്തോഷവും തീർന്നതിൽ രണ്ടാൾക്കും ഉത്കണ്ഠയുണ്ടാവും. വൈഗ തിരിച്ച് കോൾ ചെയ്തു. താനെന്താ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? കാർത്തികിൻ്റെ സ്വരത്തിൽ സ്നേഹത്തിൻ്റെയും പാരമ്യതയുള്ള ഉത്കണ്ഠ. ഞാൻ വിൻസെൻ്റ് സാറിൻ്റെ റൂമിലായിരുന്നു കാർത്തിക്. എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? എന്താണ് പ്രോബ്ലം? വൈഗ കാര്യങ്ങൾ വിവരിച്ചു പറഞ്ഞു. ഷോ, ഈ പെണ്ണൊരു പണിയൊപ്പിച്ച കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ്, കാർത്തിക് പറഞ്ഞു. എന്നിട്ട് കല്യാണിയെ ശ്വസിച്ചു. കല്യാണിക്കും ചമ്മലും സങ്കടവുമായി.
അവൾ കാർത്തികിൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ പിടിച്ചു വാങ്ങി. സോറി വൈകേച്ചി, എന്നോട് ക്ഷമിക്കണം. ഇത്രയും പ്രോബ്ലം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. കല്യാണിയുടെ സ്വരത്തിൽ ക്ഷമായാചനം നിറഞ്ഞു. നോ കല്ലു, നെവർ മൈൻഡ്. സർവീസിനിടയിലും ഡ്യൂട്ടിക്കിടയിലുള്ള എല്ലാ വെല്ലുവിളികളെയും നേരിട്ടേ പതിയാവും. അതങ്ങനെ നേരിടുന്നു എന്നതിലാണ് വിജയവും ത്രില്ലും. കല്യാണിക്ക് ആശ്വാസമായി. വൈഗ മൊബൈൽ ഓഫാക്കി. DYSP തൻ്റെ ക്യാമ്പിലേക്ക് കയറുമ്പോൾ 1-2 ഫയലുകളുമായി പരാതി സെല്ലിൽ നിന്നും ആളെത്തി. മൈക്കിൾ പരാതിയുടെ സൈഡിൽ ഇനീഷ്യൽ ചെയ്ത് വിടുമ്പോഴേക്കും മൊബൈൽ അടിച്ചു. മൈക്കിൾ ആ കോള് വന്ന നമ്പർ ശ്രദ്ധിച്ചു. എന്നിട്ട് ഫയൽ വേഗം മടക്കി വിട്ടു. പിന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഹായ് രശ്മി, ഞാൻ വിളിക്കാനൊരുങ്ങിയായിരുന്നു, മൈക്കിള് അത്യാഹ്ലാദത്തോടെ പറഞ്ഞു. നമ്മുടെ പ്ലാൻ പണിപറ്റിച്ചു രശ്മി. എന്തായി സർ? രശ്മി ഉത്കണ്ഠയോടെ ചോദിച്ചു. ACPയും SP-യും സസ്പെൻഷനിലായി. അത്ര തന്നെ, മൈക്കിൾ പറഞ്ഞു. വാവ്, രശ്മി ആഹ്ലാദസ്വരം പ്രകടിപ്പിച്ചു. ഇതിലധികം ഒരു ഹാപ്പി ന്യൂസ് വേറെ എന്തുണ്ട് സർ? പക്ഷെ 3 ദിവസത്തേക്കുള്ളൂ. അതും ഈ കേസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മാത്രമേ സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് പോരെ സർ, എല്ലാ കേസിൻ്റെ അന്വേഷണവും തടയണം. 3 ദിവസം 3 മാസം ആകണം, എന്നാലേ എനിക്ക് തൃപ്തിയാവും. അവളെൻ്റെ മുമ്പിൽ വന്ന് അത്രയ്ക്കങ്ങ് നിഗളിച്ചു. എൻ്റെ മുമ്പിൽ നിന്ന് ആ SP-യും വല്ലാതെ നിഗളിക്കുന്നുണ്ട്. അയാൾക്കിട്ടൊരു നല്ല പണി എൻ്റെ ആവശ്യമാണ്. എന്നാലും 3 മാസം എന്നൊക്കെ പറഞ്ഞാൽ മൈക്കിളൊന്നും മടിച്ചു. സാറ് മനസ്സറിഞ്ഞ് പരിശ്രമിച്ചാൽ സാധിക്കും സാർ, രശ്മി തറപ്പിച്ച് പറഞ്ഞു. അതിന് എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കാം. അതൊന്നും വേണ്ടിയിട്ടല്ല രശ്മി, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, മൈക്കിൾ പറഞ്ഞു. രശ്മി രാമചന്ദ്രൻ സാറിൻ്റെ മോളായതുകൊണ്ടാണ്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആഡിയോ എന്ന നിലയിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കത് അറിയാം സാർ, രശ്മി തുടർന്നു. എൻ്റെ ലക്ഷ്യം എൻ്റെ ജീവിതമോ എൻ്റെ വിജയമോ അല്ല, അവളുടെ പരാജയം മാത്രമാണ്. ഒരിക്കലെങ്കിലും അവളെൻ്റെ മുമ്പിൽ തല കുനിച്ച് നിൽക്കണം സാർ, അത്രയേ ഉള്ളൂ. ശരി, ഞാൻ നോക്കട്ടെ രശ്മി. ഇവിടെ നിന്നും ഇൻഫർമേഷൻ തരുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും ഞാനാണെന്ന് ഒരിക്കലും പുറത്തറിഞ്ഞു പോരുത്. അതെനിക്കറിയാം സാർ. സാറിന് എന്നെ 100% വിശ്വസിക്കാം. എങ്കിലും ഞാനൊന്ന് നോക്കട്ടെ, 2 ആൾക്കും കൂടി ഒറ്റ അടി കൂടി കൊടുക്കാൻ പറ്റുമെന്ന്. താങ്ക് യു സാർ, രശ്മി ചിരിച്ചു. കോൾ ഓഫാക്കിക്കൊണ്ട് അവൾ ഡോക്ടർ വിനീഷിനെ നോക്കി മനോഹരമായെന്ന് ചിരിച്ചു. വിനീഷിൻ്റെ ഉള്ളം ഒന്ന് തുടി കെട്ടി. അയാളുടെ ഡ്യൂട്ടി റൂമിലായിരുന്നു അവൾ. എന്തായി രശ്മി? വിനീഷ് ചോദിച്ചു. ആർത്തിപ്പണ്ടാരം DYSP, പുച്ഛത്തോടെ അവൾ പറഞ്ഞു. നമ്മളിപ്പം അയാളുടെ വായി നിറച്ചിട്ട് കൊടുക്കുന്നത് അയാൾക്ക് വലിയ കാര്യമല്ലേ? അച്ഛൻ ചെയ്തിട്ടുള്ള ഹെൽപ്പ് ഓർത്തിട്ട് സൗജന്യമായിട്ടാണ് നമുക്ക് വേണ്ടി പണി ചെയ്യുന്നതെന്നുള്ള ഒരു കള്ളനാട്യം. അതെന്തോ ആയിക്കോട്ടെ രശ്മി, എണ്ണി മേടിക്കുന്നതിൻ്റെ ചലിപ്പം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സെൻറ്റി ടോക്കാണ് ഉപകാരസ്മരണ. അത് വിട്ടരടി, വിനീഷ് തുറന്നു. നമുക്കിപ്പോൾ അയാളെപ്പോലൊരു ആർത്തിപ്പണ്ടാരത്തിനെയാണ് വേണ്ടത്. അയാൾക്ക് നമ്മൾ വായ്ക്കരിയിട്ട് കൊടുത്ത് കിട്ടേണ്ടത് വാലിൽ പിടിച്ച് നമ്മൾ കറക്കും. നമ്മുടെ കാര്യം സാധിച്ചു കിട്ടിയാൽ പോരെ. മതി, രശ്മി പുഞ്ചിരിച്ചു. പുലർമഞ്ഞിൽ വിരിഞ്ഞ റോസാതളം പോലെ ആ അധരങ്ങളിലെ നനവിലേക്ക് നോക്കി വിനീഷ് കൊതിയോടെ നിന്നു. അത് ശ്രദ്ധിച്ച രശ്മി ഊറിയ ചിരിയോടെ എഴുന്നേറ്റ് യാത്ര പറഞ്ഞു. രശ്മി നേരെ പോയത് സ്വന്തം വീട്ടിലേക്കാണ്. കാറ് മുറ്റത്ത് നിർത്തി വീട്ടിനുള്ളിലേക്ക് കയറിവന്ന മകളുടെ മുഖത്ത് പുതിയ പ്രസന്നതയും ചുവടുകളിലെ ചടുലതയും അധരങ്ങളിൽ തങ്ങി നിന്ന മൂളിപ്പാട്ടും രോഹിണി ശ്രദ്ധിച്ചു. അവൾക്കിഷ്ടപ്പെട്ട നാരങ്ങ ജ്യൂസ് തയ്യാറാക്കി നൽകിക്കൊണ്ട് രോഹിണി ചോദിച്ചു. എന്താ മോളെ, നിനക്കിന്നൊരു സന്തോഷമുണ്ടല്ലോ, എന്താ കാര്യം? അമ്മയുടെ പരാതിയും സങ്കടവും തീരാൻ ഒരാളെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അതിൻ്റെ സന്തോഷമാണ് അമ്മ. രോഹിണിയുടെ മുഖവും വിടർന്നു, മുഖത്ത് ആകാംക്ഷയായി. ആരാ മോളെ? ഡോക്ടർ വിനീഷ്, മാതയിലെ ENT-യിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അവൾ അഭിമാനത്തോടെ പറഞ്ഞു. കാർത്തികിൻ്റെ അത്രയും ക്ലീനായ ബിഹേവിയർ അല്ലമ്മേ, അത്രയും ടോപ്പുമല്ല ബന്ധം. എന്നാലും സാധനയേക്കാൾ എന്തുകൊണ്ടും ഭേദം. നിനക്ക് തൃപ്തിയായാൽ അമ്മയ്ക്കത് മതി, രോഹിണി ഉത്സാഹത്തോടെ പറഞ്ഞു. എനിക്ക് പൂർണ്ണ തൃപ്തിയാണമ്മേ, രശ്മി പറഞ്ഞു. അവനെപ്പോലെ ഒരാളുടെ കൂട്ടാണ് എനിക്ക് ആവശ്യം. അവൻ എന്നോട് മുമ്പ് തന്നെ ഇഷ്ടമാണ്. എങ്കിൽ ഞാൻ സഹദേവൻ ചേട്ടനോട് വിവരം പറയാം. നാളെ ഒന്ന് നോക്കിക്കാം, എന്നിട്ട് മതിയല്ല. എനിക്ക് അവനെ ഒന്ന് കാണണമല്ലോ മോളെ, അതിന് വഴിയുണ്ടാക്കാം. അതുപോലെ മതി. രോഹിണിക്ക് പോയ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസവും
സന്തോഷമുണ്ടായി. വൈകുന്നേരം SP ഓഫീസ് വിട്ടിറങ്ങാൻ തുടങ്ങുമ്പോൾ വൈഗ കടന്നു ചെന്നു. സർ, ഞാൻ ആ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തു, അവൾ പറഞ്ഞു. അദ്ദേഹം അത് വാങ്ങി നോക്കിക്കൊണ്ട് പറഞ്ഞു, DGP എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തന്നു. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് തിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് കൂടി വെച്ച് സംസാരിച്ച് കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. സാർ, ഞാനും വരണോ? അവൾ ചോദിച്ചു. വേണ്ടടോ, കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോഴാണ് ഫോൺ ബെൽ. SP വേഗം റിസീവർ എടുത്തു. DIG ശാന്തൻ പിള്ളയാണ് വിളിച്ചത്. സർ, ACP ഭവ്യതയോടെ അറ്റൻഡ് ചെയ്തു. വിൽസൺ, ആ അമ്പാടി കൊലക്കേസിൻ്റെ അന്വേഷണം എവിടം വരെ? ഗൗരവത്തിലാണ് ചോദ്യം. SP അപകടം ഉണർത്തു. പൂർത്തിയായില്ല സാർ. അതിലൊരു കുട്ടിയുടെ ബോഡി ആറ്റിൽ നിന്നും കിട്ടിയില്ലേ? കിട്ടിയില്ല സാർ. അത് മിത്രയുടെ ബോഡി ആയിരുന്നില്ലെന്നാണ് ലാബ് റിപ്പോർട്ട്. SP കൂസാതെ പറഞ്ഞു. വാട്ട്? പിന്നെ അത് ആരുടെ ബോഡിയാണ്? അത് അന്വേഷിച്ചില്ലല്ലേ? DIGയുടെ സ്വരമായിരുന്നു. താനും ആ ACPയും കൂടി പിന്നെ എന്നാ അന്വേഷണമാണോ ചെയ്യുന്നത്? SP മുഖം ചുവന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നെനിക്കറിയണ്ട, പക്ഷേ ആ ബോഡി ആരുടേതാണെന്ന കൃത്യം റിപ്പോർട്ട് എനിക്ക് എൻ്റെ ടേബിളിൽ കിട്ടണം. വിതിൻ 24 hours. ഓക്കെ സർ, SP അന്താളിപ്പോടെ പറഞ്ഞു. റിസീവറിലൂടെ ആ കനത്ത ആജ്ഞ തീരെ താണ ശബ്ദത്തിലാണെങ്കിലും വൈകിയും കേട്ടു. അവളും പകച്ചു നിന്നു. അധ്യായം 20. ഗോപൻ, താൻ എവിടെയാണ്? DGPയെ കാണാൻ പുറപ്പെടാൻ എഴുന്നേറ്റ SP വിൽസൺ തോമസ് വീണ്ടും ഇരുന്ന ശേഷമാണ് CI ഗോപകുമാറിനെ വിളിച്ചത്. ഞാൻ സ്റ്റേഷനിലുണ്ട് സർ, ഗോപകുമാർ പറഞ്ഞു. തന്നെ എനിക്ക് ഉടനെ ഒന്ന് കാണണം. ഞാൻ എത്താം സർ. റിസീവർ തിരികെ വെച്ചിട്ടാണ് അപ്പോഴും മുമ്പിൽ നിൽക്കുകയായിരുന്ന വൈഗയെ SP ശ്രദ്ധിച്ചത്. താൻ ഇരിക്കടോ. വൈഗ ടേബിളിന് മുമ്പിൽ കിടന്ന സീറ്റിലിരുന്നു. നമുക്കിട്ട് വീണ്ടും വീണ്ടും ആരോ പണിയുന്നുണ്ടല്ലോടാ, SP പറഞ്ഞു. പണി വരുന്ന വഴിയാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാം സാർ. അപ്പോഴേക്കും CI ഗോപകുമാർ അകത്തേക്ക് വന്ന് സല്യൂട്ട് ചെയ്തു. ഗോപൻ, അജ്ഞാത ബോഡിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? SP ചോദിച്ചു. ഇല്ല സാർ, ഗോപകുമാർ പറഞ്ഞു. എല്ലാ സ്റ്റേഷനുകളിലേക്കും വയർലെസ് മെസ്സേജ് പോയിട്ടുണ്ട് സാർ. ഏതെങ്കിലും പെൺകുട്ടി മിസ്സായതായോ കൊല്ലപ്പെട്ടെന്ന് സംശയിക്കുന്നതായോ അറിയിപ്പോ പരാതിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അറിയിക്കാൻ. അങ്ങനെ ഒരു റിപ്പോർട്ടും എങ്ങു നിന്നും വന്നിട്ടില്ല സാർ. സർ, വൈഗ പറഞ്ഞു. നമുക്ക് TV-യിലും നാളത്തെ പത്രങ്ങളിലും ഒന്ന് കൊടുത്താലോ? അത് ശരിയാണ് സർ, ഗോപകുമാർ പറഞ്ഞു. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ന്യൂസ് ശ്രദ്ധിക്കാതിരിക്കില്ല, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല. എങ്കിലും ന്യൂസ് കൊടുക്കണം, SP പറഞ്ഞു. നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് എന്നോട് പറയേണ്ട ഗോപൻ. ബട്ട് നാളെ ഈ ടൈമിന് മുമ്പ് എനിക്ക് ആ ബോഡിയെക്കുറിച്ചുള്ള ശരിയായ വിവരം കിട്ടിയിരിക്കണം സർ, ഗോപകുമാർ പറഞ്ഞു. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ശരി, ഗോപകുമാർ യാത്ര പറഞ്ഞു. വൈകിയും എഴുന്നേറ്റു. അവൾ തിരികെ തൻ്റെ ക്യാബിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സന്തോഷ് സല്യൂട്ട് ചെയ്തു. തനിങ്ങി വന്നേ. വൈഗ അവനെ ക്യാബിനുള്ളിലേക്ക് വിളിച്ചു. സന്തോഷ് അവൾക്ക് പിന്നാലെ ചെന്നു. മൈക്കിൾ സാറിൻ്റെ ക്വാർട്ടേഴ്സിനടുത്തല്ലേ സന്തോഷിൻ്റെ ക്വാർട്ടേഴ്സും? അതെ മേഡം. ഇന്നു മുതൽ തൻ്റെ കണ്ണ് ആ വീട്ടിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തേക്കണം. പറഞ്ഞത് മനസ്സിലായോ? ഓ മേഡം. സന്തോഷ് ആ ദൗത്യമേറ്റു. സതി ആൻറ്റി, കൊച്ചിയിലെ വീടിൻ്റെ മുകൾ നിലയിൽ നിന്നും സ്റ്റെയർകേസ് ഇറങ്ങി വന്ന സാജൻ കിച്ചണിലേക്ക് ചെന്നു. സാവിത്രിയും സതിയും കിച്ചണിൽ പാചകത്തിലായിരുന്നു. എന്താ മോനെ? സാജൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് സതി ചോദിച്ചു. ഒരു സന്തോഷ വാർത്തയുണ്ട് സതി ആൻറ്റി. നമ്മുടെ ശത്രു ദി ഗ്രേറ്റ് വൈഗ IPS-ഉം SPയും 3 ദിവസത്തേക്ക് സസ്പെൻഷനിലായി. 3 ദിവസത്തേക്കോ? അത് പോരായിരുന്നു, സതി പറഞ്ഞു. 3 മാസത്തേക്ക് വേണമായിരുന്നു. അതുണ്ടാവും ആൻറ്റി. മാലപ്പടക്കത്തിന് തീ കൊളുത്താൻ പോണെന്നേ ഉള്ളെന്നാ ലക്ഷ്മി പറഞ്ഞത്. അത് വേണം, സതിയുടെ സ്വരം ഉറച്ചു. അവളുടെ സസ്പെൻഷൻ ഡിസ്മിഷലാക്കണം. അവളുടെ ജോലിയും പോകണം. ജാടയും സൂത്രവും പറഞ്ഞ് 101 പവനും തന്നു വിട്ടിട്ട് ആ ഗജപോക്രി ജഗനെ പുറകെ വിട്ട് അത് തട്ടിപ്പറിച്ചെടുത്തില്ലേ? അവൾ ഒരു കാലത്തും നന്നാവുകയില്ല. സതി ഉള്ളു ചുട്ടുപ്രാഗി. സാജൻ പരുങ്ങി. വൈകിയല്ല, താനാണ് ജഗനോട് 101 പവൻ്റെ കാര്യം പറഞ്ഞതെന്ന് സാജൻ അപ്പോഴും തുറന്നു പറയാൻ മടിച്ചു. എന്തായാലും ആ രശ്മി കൂടി അവളുടെ ശത്രുവായത് നമ്മുടെ ഭാഗ്യം, സതി വീണ്ടും പറഞ്ഞു. ആ പെങ്കൊച്ചും ഇടുക്കിയ പിടിച്ചെടുത്ത് വെച്ച് ഒടിച്ച കാര്യം സാധിക്കും. നമുക്ക് പറ്റിയ പെണ്ണ അവൾ. പാചകത്തിനിടയിൽ സാവിത്രി പറഞ്ഞു. നമുക്കവളെ കൈവിടാതെ ഇങ്ങെടുക്കാടോ മോനെ. സാജൻ്റെ മുഖത്തും പ്രകാശം പരന്നു. ആ കാർത്തികിനെ കിട്ടാത്തതിൻ്റെ നിരാശയുണ്ട് അവൾക്ക്. ആ അവസരത്തിൽ നീയൊന്ന് ആഞ്ഞു പിടിച്ച അവളെ കുടുംബത്തിലിരിക്കും, സതി പറഞ്ഞു. പക്ഷെ ചുമ്മാതിരുന്നാൽ പോരാ.
ചുറ്റിയും പറ്റിയും നിന്ന വൈക ചെയ്തതുപോലെ പുറം കൈക്കോ തട്ടിപ്പോകും. വളച്ചെടുക്കണം. അതിനുള്ള കഴിവില്ലെങ്കിൽ പെണ്ണിനെ കിട്ടുകയില്ല, സാവിത്രി പറഞ്ഞു. അവരുടെ മുഖത്ത് ആർത്തി നിറഞ്ഞു. ആ ആഡിയോ ഉണ്ടാക്കിയിട്ട സ്വത്തിന് മുഴുവൻ അവരൊറ്റ പെങ്കൊച്ച അവകാശി. അതുമാത്രമോ? സതി പറഞ്ഞു. ഒരു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എന്താ വരുമാനം? വീട്ടിലിരുന്നാൽ മതി. എത്രയാ പണം? അങ്ങോട്ട് കൊണ്ടു കൊടുക്കല്ലേ എല്ലാവരും. രോഗം ഒഴിഞ്ഞ് ഇന്നത്തെ കാലത്ത് ആരാ ഉള്ളത്? ഡോക്ടർക്ക് ശരിക്കും പറഞ്ഞാൽ കൊയ്ത്ത. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്, സാവിത്രി പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് ഒരു ആലോചന വെച്ചാലോടാ. വരട്ടെ അമ്മേ, സാജൻ പറഞ്ഞു. എടാ എന്തിനാ താമസിക്കുന്നേ? എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പെട്ടെന്ന് നിൻ്റെ കല്യാണം നടക്കണം. എന്നിട്ട് വേണം എനിക്ക് അമ്പാടിയിലോട്ടൊന്ന് ചെല്ലാൻ. എനിക്ക് ആദ്യം കാണേണ്ടത് എൻ്റെ അമ്മയെ തന്നെ. ഓ അമ്മ, സതി പുച്ഛിച്ചു. ദേവികേടത്തിയില്ലേ അവരുടെ മോള്? അവരേതാണ്ട് കൈവശം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പൊത്തിപ്പൊതിഞ്ഞ് പിടിക്കുമോ ഏതേലും അമ്മായിയമ്മ മരുമകളെ? എന്തായാലും രശ്മി ഇനി എനിക്കുള്ളതാ, ഞാൻ ഉറപ്പിച്ചു, സാജൻ പറഞ്ഞു. എന്നാലും ഒരാലോചനയുമായിട്ട് നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് എനിക്ക് രശ്മിയായിട്ട് നേരിട്ടൊന്ന് സംസാരിക്കണം. ഓ ഇനി എന്തോന്ന് സംസാരിക്കാൻ, സാവിത്രി പറഞ്ഞു. ഇന്നാളിവിടെ വന്നപ്പോൾ ആ കൊച്ചെന്നെ വിളിച്ചത് കേട്ടില്ലേ, അമ്മയെന്ന്. സാജനും അത് ശ്രദ്ധിച്ചതാണ്. രശ്മി എന്ന് ആൻറ്റി എന്നല്ല വിളിച്ചത്, അമ്മയെന്ന് തന്നെയാണ്. ഏതായാലും അച്ഛനുമായി അമ്മയൊന്ന് സംസാരിച്ചു വെച്ചോ, സാജൻ പറഞ്ഞു. ഗണേശേട്ടനോട് ഞങ്ങൾ രണ്ടാളും കാര്യം സംസാരിച്ചു വെച്ചതാ, സാജ. സതി പറഞ്ഞു. ചേട്ടന് 100 വട്ടം സമ്മത. സാജനും തോന്നി എല്ലാം ശരിയായി വരികയാണെന്ന്. അവൻ്റെ നെഞ്ചിനുള്ളിൽ രശ്മി ഒരു തങ്ക വിഗ്രഹമായി അങ്ങനെ നിറഞ്ഞു നിന്നു. അവന് തോന്നി രശ്മിയെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്ന്. വൈഖയും കാർത്തിക്കും ജയിലിനുള്ളിലെ വിസിറ്റേഴ്സ് റൂമിലായിരുന്നു. ഇരുവരെയും കണ്ണുമയ്ക്കാതെ ഡോക്ടർ സത്യദാസ് കണ്ടു. മോളെ, സത്യദാസ് സ്നേഹാധിക്യത്തോടെ വിളിച്ചു. ഇങ്ങു വാ. അവൾ അച്ഛൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. മോനും വാ. കാർത്തികിനെയും വിളിച്ചു. ഇവിടെ എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുക രണ്ടാളും, സത്യദാസ് പറഞ്ഞു. കാർത്തിക് വൈഖയോട് തൊട്ട് ചേർന്ന് നിന്നു. ക്രീമിൽ ഓറഞ്ച് ബോർഡറുള്ള കോട്ടൺ സാരിയായിരുന്നു അവളുടെ വേഷം. കാർത്തിക് ധരിച്ചിരുന്നത് ബ്രൗൺ പാൻസും ഇളം നീല ഷർട്ടുമാണ്. സത്യദാസിന് തോന്നി മുമ്പ് താൻ കണ്ടതിനേക്കാൾ സുന്ദരനാണ് അവനെന്ന്. ഞാൻ ഒരുപാട് എതിർത്തു നിങ്ങൾ ഒന്നിക്കാതിരിക്കാൻ, സത്യദാസ് പറഞ്ഞു. ഞാൻ തോറ്റു, നിങ്ങൾ തന്നെ ജയിച്ചു. വൈകയ്ക്ക് പെട്ടെന്ന് മിഴികളിൽ നനവൂറി. നീ എന്തിനാ മോളെ സങ്കടപ്പെടുന്നത്? സത്യദാസ് അവളുടെ തോളിൽ കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തി. ആരൊക്കെ എത്രയൊക്കെ എതിർത്താലും തടഞ്ഞാലും ചേരേണ്ടവർ തമ്മിൽ ചേരും. അതിനുള്ള വഴി ഈശ്വരൻ തന്നെ ഒരുക്കി തരും മോളെ. കാരണം ഇന്ന് ആർക്ക് ഇന്നേരെന്ന് ദൈവം കൂട്ടിച്ചേർത്ത് എഴുതിപ്പോയതാ മുമ്പേ തന്നെ. അതെഴുത്ത് വെട്ടിത്തിരുത്താൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് അച്ഛൻ്റെ മോൾ കരയണ്ട. അച്ഛന് സന്തോഷമേ ഉള്ളൂ. ഞാൻ കരഞ്ഞത് അതിനല്ലച്ച. പിന്നെ എൻ്റെ വിവാഹം അതെത്ര ആർഭാടമായി അച്ഛൻ നടത്തേണ്ടതാണെന്ന് ഓർത്തപ്പോൾ അച്ഛനത് ആർഭാടമായി തന്നെ നടത്തും, സത്യദാസ് പറഞ്ഞു. ഇതിനകത്തുനിന്ന് ജാമ്യം കിട്ടി അച്ഛനൊന്ന് പുറത്തു വന്നോട്ടെ. അച്ഛൻ്റെ ജാമ്യം. വൈഖയുടെ മുഖം വിളറി. മോള് വിഷമിക്കണ്ട. വക്കീൽ രാജീവ് നമ്പ്യാർ എന്നോടെല്ലാം പറഞ്ഞു. എനിക്ക് എന്തുകൊണ്ടാണ് ജാമ്യം തരാത്തതെന്നും വക്കീൽ ഹാജരാക്കാത്തതെന്നും ഞാൻ അറിഞ്ഞു, സത്യദാസ് തുറന്നു. എൻ്റെ ദഹയെ കൊന്നത് ആരാണെന്ന് എനിക്കറിയണം. എൻ്റെ മിത്രയെ ചതിച്ചത് ആരാണെന്ന് എനിക്കറിയണം. അതിനുവേണ്ടി എത്ര കാലം വേണമെങ്കിലും അച്ഛൻ ഇതിനുള്ളിൽ കിടന്നോളാം മോളെ. വൈഖ ഒന്ന് തേങ്ങിപ്പോയി. അവളുടെ ചീകി വെച്ച മുടിയിലും മുഖത്തും അയാളുടെ കൈത്തലം നീണ്ടു ചെന്ന് തഴുകി. മകളുടെ നെറ്റിയിൽ അയാൾ ഉമ്മ വെച്ച്. ഒന്നും സാരമില്ലടാ, അയാൾ പറഞ്ഞു. നിന്റെ കാർത്തികിൻ്റെ കൈത്തലം കവർന്നു. മോനെ, എൻ്റെ മോളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുക. അവൾക്ക് താങ്ങായി ഇപ്പോൾ നീ മാത്രമേ ഉള്ളൂ. ചുറ്റും ശത്രുക്കളാ. എനിക്കറിയാം അച്ഛാ, കാർത്തിക് പറഞ്ഞു. അവൻ്റെ അച്ഛ എന്നുള്ള സ്നേഹം നിറഞ്ഞ വിളി അയാളുടെ നെഞ്ചിലുള്ളിലേക്ക് ആ വിളി തീർത്ഥത്തുള്ളികളായിട്ട് വീണു. എൻ്റെ 3 പെൺമക്കളുടെയും വിവാഹം കഴിയുമ്പോൾ എനിക്ക് 3 ആൺമക്കളെ കിട്ടുമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ഇപ്പം എനിക്ക് മക്കളായി ഒരാളേ ഉള്ളൂ. മകനായി കിട്ടിയത് നിന്നെ മാത്രം. സത്യദാസിൻ്റെ കണ്ണ് നിറഞ്ഞു. അച്ഛാന്ന് വിളിക്കാനും നീ മാത്രം, സത്യദാസ് പറഞ്ഞു. നിൻ്റെ ഈ വിളിക്ക് പകരം തരാൻ എൻ്റെ ഇപ്പോൾ. അയാൾ നിസ്സഹായനായി 4 പാട്ട് നോക്കി. ഒരു സമ്മാനം കൊടുക്കാൻ ഒന്നുമില്ലാത്തവനായി പോയില്ലേ സത്യദാസ്. അദ്ദേഹം അവൻ്റെ മുഖം വേഗം കൈക്കുടനയിലേക്ക് പിടിച്ചെടുത്തു. എന്നിട്ട് മുഴുവൻ സ്നേഹവും മധുരങ്ങളിലേക്ക് നിറച്ച്
മകൾക്ക് കൊടുത്തതുപോലൊരു ഉമ്മ കാർത്തികിൻ്റെ നെറ്റിയിലും കൊടുത്തു. ഒരു നിമിഷം കാർത്തികിൻ്റെ മിഴികളും നനഞ്ഞുപോയി. സ്നേഹം പുറത്തു കാട്ടാതെ ഗൗരവവും അധികാരവും ആജ്ഞയായി മാത്രം പുറത്തേക്ക് എടുക്കുന്ന മജിസ്ട്രേറ്റിൻ്റെ മകന് സ്നേഹത്തിൻ്റെ ആ പുതിയ മുദ്ര നെഞ്ചിൽ വീണ തീർത്ഥത്തുള്ളികൾ തന്നെയായിരുന്നു. സത്യദാസനോട് ഒരുപാട് വർഷങ്ങളുടെ അടുപ്പവും സ്നേഹവും ഒരുമിച്ചുണ്ടായ ആ ഒറ്റ ഉമ്മ കൊണ്ട്. മടങ്ങുമ്പോൾ അവൻ വൈക്കയോട് പറഞ്ഞു, നിൻ്റെ അച്ഛൻ, മക്കളെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒറ്റ അച്ഛനെ ഈ ഭൂമിയിലുണ്ടാവും. ശരിയാണ് കാർത്തിക്. ഡ്രൈവ് ചെയ്യുന്ന കാർത്തികിൻ്റെ ഇടതുവശം ചേർന്നിരുന്നുകൊണ്ട് വൈകി തുറന്നു. പ്രിയരെ, നമ്മുടെ കഥ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ നാളെ വീണ്ടും കണ്ടുമുട്ടും. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.